അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നാമൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് അല്ലേ? പക്ഷേ വെറും ഒരു മുസ്ലിം എന്നുള്ള പേര് കൊണ്ട്, ഒരു മുസ്ലിമിൻ്റെ നാമം ഉള്ളത് കൊണ്ട് നമ്മൾ മുസ്ലിം ആവണമെന്നില്ല, ഒരു മുഅ്മിൻ ആവണമെന്നില്ല. നമ്മൾ മുഅ്മിൻ എന്ന വാക്കിനോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് അള്ളാഹുവോടുള്ള അടുപ്പം എത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹുവിനോടുള്ള അടുപ്പം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ, അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞ വഴിയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ മുസ്ലിം എന്നുള്ള പേര്, മുഅ്മിൻ എന്നുള്ള പേര്, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് അള്ളാഹുവിനോട് അടുപ്പം കാണിക്കും, അള്ളാഹുവിനോട് അടുപ്പം കാണിക്കും, അള്ളാഹുവിലേക്കുള്ള അടുപ്പാണ് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അത് ഏത് സ്വപ്നം കണ്ടാലാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനം വരുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മദ്ഹ് ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ? മദ്ഹ് ഗാനങ്ങൾ യാത്രകളിൽ ആസ്വദിക്കുന്ന ആളുകളും അല്ലാതെ ആസ്വദിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം മദ്ഹ് ഗാനങ്ങൾ കേൾക്കുന്നത് ഒരാൾ അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? മദ്ഹ് ഗാനങ്ങൾ കേൾക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നത്തിൽ കാണാണ്, നല്ലൊരു സ്വപ്നമാണ് എന്നാണ് നാം കരുതുക അല്ലേ? നല്ലൊരു സ്വപ്നമാണ്, കാരണം മദ്ഹ് ഗാനങ്ങളല്ലേ കേൾക്കുന്നത്. അപ്പോൾ മദ്ഹ് ഗാനങ്ങൾ എന്ന് പറയും, മദ്ഹ് എന്തോ ആവട്ടോ, മദ്ഹ് ബൈത്താവാം, അതുപോലെ തന്നെ മൗലൂദാവാം, മൗലൂദും മദ്ഹ് തന്നെയാണല്ലോ. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനം നല്ല സ്വപ്നം ആവണമെന്നില്ല. അതിന് മോശം സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചത് അതിൻ്റെ വ്യാഖ്യാനം മോശമാവണമെന്നുമില്ല. അത് പരസ്പരം വിരുദ്ധമാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, നേരെ മറിച്ചൊക്കെ ആവും, തിരിച്ചാകും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ. അപ്പം ഇങ്ങനെയുള്ളൊരു സ്വപ്നം കണ്ടാൽ, അതായത് മദ്ഹ് ഗാനങ്ങൾ ഒരാൾ സ്വപ്നം കണ്ടാൽ, കേൾക്കുന്ന സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ ഷെയ്ഖ് ഇമാം നാബൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 271 പേജിൽ പറയുന്നുണ്ട്, ഉറക്കിൽ ഒരാൾ മദ്ഹ് ഗാനം സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ മദ്ഹ് പാരായണം സ്വപ്നം ചെയ്യുന്നത് കേട്ടാൽ, മൗലൂദ് പാരായണം സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ് ഈ സ്വപ്നത്തിലൂടെ വ്യാഖ്യാതാവായ മഹാനായ ഇമാം നാബൽസി എന്നവർ വ്യാഖ്യാനിക്കുന്നത്. ഇത് തീർച്ചയായും നല്ലൊരു സ്വപ്നമാണ്, പേടിക്കാനുള്ള സ്വപ്നമൊന്നുമില്ല. മദ്ഹ് ഗാനങ്ങൾ കേൾക്കുന്ന സ്വപ്നം കണ്ടാൽ അത് സ്വപ്നം നല്ലൊരു സ്വപ്നം തന്നെയാണ്, അതിൻ്റെ വ്യാഖ്യാനവും നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. തൗഫീക്ക് വേണമല്ലോ, നിങ്ങൾക്കും തൗഫീക്ക് വേണം, എനിക്കും തൗഫീക്ക് വേണം. പറയണമെങ്കിൽ എനിക്ക് തൗഫീക്ക് വേണം, കേൾക്കണമെങ്കിൽ നിങ്ങൾക്കും തൗഫീക്ക് വേണം. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.